ചുരുണ്ട ബ്രൗൺ മുടിയുള്ള സുന്ദരനായിരുന്നു 8 വയസ്സുകാരനായ ജോഹാൻ. പഠനത്തിൽ അധികം താല്പര്യം കാണിക്കാത്ത അവൻ്റെ ഏക ആശ്രയം അവൻ്റെ അമ്മ തന്നെ ആയിരുന്നു. അന്തർമുഖനായ കുട്ടിയായിരുന്നതിനാൽ അവന് കൂട്ടുകാർ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വലിയ അവധിക്കാലം വന്നെത്തി. രാവിലെ എണീക്കുവാൻ അവന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അമ്മയുടെ കഠിന പരിശ്രമം തന്നെ അതിന് വേണ്ടി വന്നു. പല്ലു തേക്കാനും മറ്റും എത്ര സമയം ചെലവഴിക്കുന്നുവെന്ന് അവന് തന്നെ അറിയില്ലായിരുന്നു. അവൻ്റെ പഠനമുറി കാണേണ്ട കാഴ്ച തന്നെയാണ്. അടുക്കും ചിട്ടയുമില്ലാത്ത മേശപ്പുറം. പഠിക്കാനിരുന്നാലോ ഉറക്കം തൂങ്ങിയും പുസ്തകത്തിൻ്റെ മേലെ കിടന്നുറങ്ങിയും സമയം കളയും. അമ്മ കാണുന്നില്ലെന്ന് ഉറപ്പ് വന്നാൽ പിന്നെ പുസ്തകം മറച്ചു വെച്ച് മൊബൈലിലെ ചിത്രങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. അമ്മയെ വീട്ടിൽ സഹായിക്കാൻ അവന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ആരുമായും ബന്ധമില്ലാതെയുള്ള അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് അവൻ്റെ അമ്മ വല്ലാതെ വേദനിച്ചു. അവന് പല ഉപദേശങ്ങൾ കൊടുത്തു നോക്കി. എന്നാൽ അതുകൊണ്ടൊന്നും പ്രയോജനമുണ്ടായില്ല. ഒരു ദിവസം അമ്മ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവൻ്റെ കയ്യിൽ ഒരു പാക്കറ്റ് ചോക്ലേറ്റ് കൊടുത്തിട്ട് പറഞ്ഞു, "മകനെ, നീ വഴിയിലേക്ക് ഇറങ്ങി ആദ്യം കാണുന്ന 3 പേർക്ക് നീ ചോക്ലേറ്റ് കൊടുക്കുക." ആദ്യം മടി വിചാരിച്ചെങ്കിലും അമ്മയുടെ നിർബന്ധം മൂലം അവൻ ചോക്ലേറ്റുമായി പുറത്തേക്കിറങ്ങി. വഴിയിൽ അവൻ ആദ്യം കണ്ടത് ഒരു നായയാണ്. ക്ഷീണിച്ചു കിടന്ന ആ നായയ്ക്ക് അവൻ ഒരു ചോക്ലേറ്റ് കൊടുത്തു. അതിന് വലിയ സന്തോഷമായി. പിന്നീട് അവൻ മുന്നോട്ട് നടന്നപ്പോൾ കണ്ടത് ഒരു പൂച്ചയെയാണ്. വെളുത്ത സുന്ദരനായ ആ പൂച്ചയ്ക്കും അവൻ ഒരു ചോക്ലേറ്റ് കൊടുത്തു. പിന്നീട് അവൻ കണ്ടത് വഴിയരികിൽ ക്ഷീണിതനായിരിക്കുന്ന ഒരു വൃദ്ധനെയാണ്. അയാൾക്കും അവൻ ചോക്ലേറ്റ് കൊടുത്തു. അതോടെ നടത്തം നിർത്തി ബാക്കിയുള്ള ചോക്ലേറ്റുമായി തിരികെ പോന്നു. ചോക്ലേറ്റ് കിട്ടിയപ്പോൾ അവർക്കുണ്ടായ സന്തോഷം കണ്ടപ്പോൾ അടുത്ത ദിവസവും അവന് അവരെ തേടി പോകണമെന്നും ചോക്ലേറ്റ് കൊടുക്കണമെന്നും തോന്നി. അടുത്ത ദിവസവും അവൻ ചോക്ലേറ്റുമായി പോയി. അന്നും അവൻ ചോക്ലേറ്റ് കൊടുത്തത് ഈ 3 പേർക്കുമാണ്. 3-ാം ദിവസവും തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന അവരെ തേടി അവൻ വലിയ ഉത്സാഹത്തോടെയാണ് പോയത്. അവൻ്റെ ഉത്സാഹം കണ്ട് അമ്മ അവന് കൂടുതൽ ചോക്ലേറ്റുകൾ വാങ്ങിക്കൊടുത്തു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു പോയി. ഒരു ദിവസം അവൻ വഴിയിലേക്കിറങ്ങവേ ഒരു കല്ലിൽ തട്ടി വീണ് അവൻ്റെ കൈക്ക് മുറിവുണ്ടായി. തൻ്റെ കൂട്ടുകാരെ ഇനി കാണാൻ സാധിക്കില്ലല്ലോ എന്നോർത്ത് അവൻ വേദനിച്ചു. അവരെ തനിക്ക് നഷ്ടപ്പെടുമോ എന്ന് അവൻ ഓർത്തു. മുറിഞ്ഞ കൈയുമായി പോകാൻ അവൻ ആഗ്രഹിച്ചെങ്കിലും അമ്മ അതിന് അനുവദിച്ചില്ല. അങ്ങനെ വേദനയോടെ വീടിന് പുറത്തിരിക്കുമ്പോൾ അവൻ മനോഹര കാഴ്ച കണ്ടു. താൻ ചോക്ലേറ്റ് കൊടുത്ത ആ നായ തന്നെ അന്വേഷിച്ചു വന്നിരിക്കുന്നു. അവൻ സന്തോഷം കൊണ്ട് മതിമറന്നിരിക്കുമ്പോഴാണ് അതാ ആ പൂച്ചയും തന്നെ തേടിയെത്തിയിരിക്കുന്നു. വീണ്ടും അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വൃദ്ധനായ മനുഷ്യനും വളരെ വിഷമിച്ച് നടന്ന് അവനെ കാണാനെത്തി. അവൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതിനും ഉപരിയായിരുന്നു. അവൻ അവർക്ക് അവിടെ വെച്ച് തന്നെ വീണ്ടും ചോക്ലേറ്റുകൾ നൽകി സ്നേഹത്തോടെ അവരെ പറഞ്ഞയച്ചു. ഇതെല്ലാം കണ്ട് തൻ്റെ ഉദ്ദേശം സാധിച്ച അമ്മ അവനോട് പറഞ്ഞു, "മകനെ, സ്നേഹം കൊടുക്കാനുള്ളതാണ്. അത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും വിലയുള്ളതായി മാറുന്നത്. നീ ഇന്ന് അവരുടെ മുമ്പിൽ വലിയ വിലയുള്ള കുട്ടിയാണ്. അവർ നിന്നെ അത്രയധികം സ്നേഹിക്കുന്നു." ഈ ഒരു അനുഭവം അവൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു. അവൻ സന്തോഷഭരിതനായി കാണപ്പെട്ടു. അമ്മയെ അവൻ സഹായിക്കാൻ തുടങ്ങി. സ്കൂളിൽ അവന് ധാരാളം കൂട്ടുകാരുണ്ടായി. അവൻ നന്നായി പഠിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും പഠനം കഴിഞ്ഞ് അവനെ കാത്തിരിക്കുന്ന 3 സ്നേഹിതന്മാർ അവനുണ്ടായിരുന്നു.
അവരാണ് ഈ ഇരിക്കുന്ന ജോഹാന്റെ പ്രിയപ്പെട്ട സ്നേഹിതർ.